നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ. കാരണം ഇനി ഒരു ദിവസത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ യമൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കാൻ. അപ്പോൾ ഈ മോചനവുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും. അതേപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ. കാന്തപുരത്തിൻ്റെ ഇടപെടലുണ്ടായി. കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയെ കാര്യങ്ങളൊക്കെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ പലവിധ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ മോചനവുമായി ബന്ധപ്പെട്ട് യമനിലെ നിർണായകമായ ചർച്ചകൾ അത് ഇന്നും തുടരും. ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട തലാലിൻ്റെ നിയമസമിതി കമ്മിറ്റി അംഗങ്ങളും കുടുംബവുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. സന്തോഷകരമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമെന്നാണ് ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചത്. നമുക്ക് അനൽക സേദിനോട് ചോദിക്കാം എങ്ങനെയാണ് നിലവിലെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് എന്നുള്ളത്. അനൽക, ഗുഡ് മോർണിംഗ്. ഈ നിമിഷപ്രിയയുടെ കേസ് അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ നെഞ്ചിരിപ്പോടു കൂടി തന്നെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒന്നാണ്. എല്ലാ മലയാളികളും ആ ഒരു വിഷയത്തിലെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയുമാണ്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്താണ് യമനിൽ നിന്നും അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? എങ്ങനെയാണ് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ട് തലാലിൻ്റെ കുടുംബം ഒരു ഒത്തുതീർപ്പിനെ വഴങ്ങുമോ? നിമിഷപ്രിയയുടെ ആ ഒരു ശിക്ഷ ഇളവിന് കാരണമാകുന്ന തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എങ്ങനെയാണ് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത് അനിൽക്ക? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നടത്തിയ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു. കുടുംബവുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അടുത്ത് നിന്നും അതായത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഒന്ന്, ഇത്തരത്തിൽ ദിയാദനം അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കുടുംബത്തിലെ മറ്റു വിഭാഗങ്ങൾക്ക് അതായത് ശിക്ഷ നടപ്പിലാക്കാം എന്നൊരു അഭിപ്രായമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിനിധി സംഘം കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു ഏകാഭിപ്രായം രൂപീകരിക്കാനുള്ള ശ്രമമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ നടത്താൻ സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഈ തലാലിൻ്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ സമിതി അംഗങ്ങളുമായും ഗോത്ര തലവന്മാരുമായും ഈ വിഷയത്തിനകത്ത് ചർച്ച നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിനിധി സംഘം ഈ ഉത്തര യമനിലെ ദമറിൽ അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ നാടായിട്ടുള്ള ദമറിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഇന്ന് കാന്തപുരത്തെ അറിയിക്കാമെന്നാണ് ഈ പ്രതിനിധി സംഘം ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് നയതന്ത്ര ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നിരുന്നില്ല. എന്നാൽ ഇന്നലെ അത്തരത്തിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് ഈ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ യമനിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം ദക്ഷിണ യമനിലും അതോടൊപ്പം തന്നെ ഉത്തര യമനിലൊക്കെ തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന സ്ഥലങ്ങളല്ല. അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയുണ്ട്, സുന്നികൾക്ക് സ്വാധീനമുള്ള മേഖലയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തന്നെ നയതന്ത്രപരമായിട്ട് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതിയുള്ള സ്ഥലത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. അതായത് ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതീക്ഷയുള്ളൊരു വാർത്ത നമുക്ക് നൽകാൻ കഴിയും. ഇന്നാണ് നാളെയോട് കൂടിയിട്ടാണ് ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ളൊരു സമയമെന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ വധശിക്ഷ നീട്ടി തീയതി നീട്ടി അത്തരത്തിൽ കൂടുതൽ ഇടപെടാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമത്തിനായിരിക്കും പ്രതിനിധി സംഘം ശ്രമിക്കുന്നത്. ആ ഘട്ടത്തിൽ വധശിക്ഷ നീട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ കുടുംബവുമായിട്ട് ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ കാന്തപുരത്തിന്റെ ആവശ്യം ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നല്ലൊരു തീരുമാനം അവിടെ നിന്നും ഉണ്ടാകും. നല്ലൊരു ശുഭവാർത്ത നമ്മളെയൊക്കെ തേടി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകയൊക്കെ ഈ വത്തിക്കാനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താനൊക്കെ ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പലവിധ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വത്തിക്കാൻ വഴി അതുപോലെ ഇറാൻ വഴിയൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു സർക്കാർ ഇല്ലാത്തതും ഒരു ഭരണ സംവിധാനം ഇല്ലാത്തതും ഒക്കെയാണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. കാന്തപുരത്തിൻ്റെയൊക്കെ ഇടപെടൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടൊരു തീരുമാനം ഉണ്ടാകട്ടെ. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം.